വലിയ താരചാടയൊന്നും ഇല്ലാത്ത മറ്റേ അമ്പാനെയാണ് ആയിട്ടുള്ള ആ പുള്ളിയാണ്. വളരെ ഉഗ്രം പെർഫോമൻസ്. പുള്ളി ഒരു ഗംഭീര ആക്ടർ തന്നെയാണ്. ശ്രീജിത്ത് ബാബു എന്ന് പറഞ്ഞ സംവിധായകൻ മലയാളത്തിന് മറ്റൊരു വാഗ്ദാനമാണ്. ഈ പടം സൂപ്പർ ഹിറ്റ് ആവും, യാതൊരു സംശയമില്ല. ഫുൾ ലെങ്ത്, അതായത് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ചിരിച്ച്, അതായത് വെറും തറ കോമഡി അല്ല, വളരെ ക്വാളിറ്റിയുള്ള നല്ല എന്താ പറയുക ഗംഭീര കോമഡി, വളരെ ആസ്വദിച്ച് ഊറി ഊറി ചിരിക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ കോമഡി ഫിലിം. എങ്ങനെയുണ്ട്? കോമഡിയാണോ അതോ എന്താണ് സംഭവം? പറഞ്ഞത് കോമഡിയാണ്, ചിലത് വർക്കായി, ചിലത് അങ്ങനെ അത്ര സെറ്റായില്ല. മൊത്തത്തിൽ ഒരു മിക്സഡ് ഇതായിരുന്നു. എങ്ങനെയുണ്ട്? അമ്പാന്റെ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മാസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളി കൊള്ളായിരുന്നു. ഭയങ്കര എന്താ ഒരു ഹൈ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ഇല്ല. പക്ഷെ പടത്തിന് എന്താ സ്റ്റോറിയാണോ ക്ലീഷായി പോയതാണോ അതോ? സ്റ്റോറി നല്ല കോമഡിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കോമഡി ചിലത് വർക്കൗട്ടായി, ചിലത് വർക്കൗട്ടില്ല. സിനിമ ചിരിക്കാനുണ്ടോ അതോ ചിരിക്കാണ്ട്. പിന്നെ ഇവരേ ഉള്ളൂ, അനശ്വര ഇച്ചിരി ഓവറായിരുന്നു. അമ്പാൻ കൊള്ളാം. പൈങ്കിളി പൈങ്കിളിയായിട്ടൊന്നും ഇല്ല, പക്ഷെ കോമഡി ഉണ്ട്. ചിരിക്കാനൊക്കെ ഉണ്ട്. നല്ല സെറ്റ്. അമ്പാൻ നല്ലതായിട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ പടം അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സജിൻ ഗോപുവിന്റെ അടിപൊളി പെർഫോമൻസ്, അതുപോലെ അനശ്വര രാജന്റെയും ഒക്കെയും ത്രൂ ഔട്ട് എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ലാസ്റ്റ് സജിൻ ഗോപുവിന്റെ പെർഫോമൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ചായി. പക്ഷെ പുള്ളിക്കാരെ ഫുൾ ഫൺ കൊണ്ട് നിറഞ്ഞാടിയിട്ടുള്ളത് തന്നെ പറയാം. അതെ, വാലന്റൈൻസ് ഡേ കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. അത് കണ്ടിട്ട് തീരുമാനിക്കാം പ്രണയിക്കണോ വേണ്ടതൊക്കെയുള്ള കാര്യങ്ങൾ. ലേഡി സൂപ്പർ സ്റ്റാർ ഓൾറെഡി അനശ്വര ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ, പിന്നെ ടാഗ്ലൈന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അനശ്വരയുടെ സ്ക്രിപ്റ്റ് നമുക്ക് അറിയാമല്ലോ. പുള്ളിക്കാരി എല്ലാ തിരക്കഥകളും സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൈങ്കിളി സൂപ്പർ ഹിറ്റ് ആവുമെന്നാണ് എന്റെ പ്രതീക്ഷ. ബാക്കി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ഫിലിംസ് എന്ന് പറയുന്നത്. ഓരോരുത്തരെയും ഓരോ രുചികളാണല്ലോ, അതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഹിറ്റ് അടിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. നല്ല പടമായിരുന്നു. നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. നല്ല അഭിനയമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ പുതിയ രീതിയിലായിരുന്നു, നല്ല രസമുണ്ട്. കഥയൊക്കെ ഉള്ള വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങനെയില്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ. കോമഡിയാണ്, കണ്ടിരിക്കും. പുള്ളി നല്ല നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ് എടുത്ത് പറയാനുള്ളത്? അമ്പാന്റെ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്യാരക്ടറാണ്. വലിയ ഇതായിട്ടും തോന്നുന്നില്ല, നല്ല നോർമലി കൊള്ളാം, നല്ലൊരു പടം തന്നെ. അമ്പാൻ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയുണ്ട്? തമാശ കോമഡി അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഓക്കെയാണ്, എന്നാലും ആവശ്യത്തിന്റെ അത്ര വരത്തില്ല. അത് ആവേശം വേറെ രീതിയല്ലേ. ഇത് ഫുൾ ടൈം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചെറിയ ഹൈ ആയിട്ട് പോണ മൊമെന്റ് ഒക്കെ ഉണ്ട്. അല്ലാതെ നോർമലി ഓക്കെയാണ്. നമുക്ക് ഫുള്ള് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണോ പടം പറഞ്ഞത്? അങ്ങനെ ഉണ്ട്, പക്ഷെ ചില കോമഡി നമുക്ക് പെട്ടെന്ന് വർക്കാവത്തില്ല. എന്നാലും നോർമലി ഓക്കെയാണ്, വൺ വാച്ച് മൂവി തന്നെ. എങ്ങനെയുണ്ട് അനശ്വരമായിട്ടുള്ള കോംബോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടാകും? കൊണ്ട് വലിയതായിട്ട് കൊടുത്തിട്ടില്ല അവരത്. പറഞ്ഞ കഥ പറയണ ലൈഫ്. എന്നാലും നോർമലി കൊള്ളാം. കോമഡി ഉണ്ടായിരുന്നു, നല്ല ചിരിക്കാൻ ഉണ്ടായിരുന്നു.